ഹലോ, വെൽക്കം ബാക്ക്. മഞ്ജുഷയാണ്. നമുക്കിന്ന് ഇതിന് മുന്നേ ബേസിക് ഡിസൈൻസ് എന്ന് പറഞ്ഞ് കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ആ ഡിസൈൻസ് എങ്ങനെയാണ് ഒരുമിച്ച് ചേർത്ത് മ്യൂറൽ പെയിൻറ്റിങ്ങിൽ നമ്മൾ വരയ്ക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ കാണുന്ന ഡിസൈൻസ് നമ്മൾ സെപ്പറേറ്റ് വരച്ച് പഠിച്ചതാണ്. അപ്പോൾ അത് എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാം. അതായത് ടോപ്പിൽ നിന്ന് താഴത്തേക്ക് വരുന്ന രീതിയിൽ കൊടുക്കാം. അതല്ലെങ്കിൽ ഒരു കുംഭം എന്ന് പറഞ്ഞാൽ കുടമാണ്. കുടത്തിൻ്റെ അകത്തു നിന്ന് വരുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാം. ലതകളും വള്ളികളും പോലെ കൊടുക്കാം. പിന്നെ പീക്കോക്കിൻ്റെ പീലിക്ക് നമ്മൾ മയിൽപ്പീലി വരയ്ക്കുന്നതിന് പകരം നമ്മൾ ഈ ഡിസൈൻ തന്നെ പീലിയായിട്ടും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ ഞാൻ കാണിക്കുന്നതെല്ലാം നമ്മൾ സെപ്പറേറ്റ് വരച്ച് പ്രാക്ടീസ് ചെയ്തതാണ്. അപ്പം ഓരോരുത്തരും വിചാരിച്ചിട്ടുണ്ടാവും ഈ ചെറിയ ഡിസൈൻ അല്ല ഇത് എങ്ങനെ നമ്മൾ വരയ്ക്കും എന്നൊരു ചിന്ത കുറച്ചെങ്കിലും വന്നിട്ടുണ്ടാവും, കുറച്ചെങ്കിലും പേർക്ക് വന്നിട്ടുണ്ടാവും. അപ്പം അതെങ്ങനെയാണ് ചേർത്ത് വരയ്ക്കുക എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാം. എന്നിട്ട് എല്ലാവരും എന്ത് ചെയ്യണം, അതേപോലെ തന്നെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ഈ കാണിക്കുന്നത് പോലെ തന്നെ കോപ്പി ചെയ്യരുത്. നിങ്ങളുടേതായ ഭാവനയ്ക്കനുസരിച്ച് എങ്ങനെയാണ് ചേർത്ത് വരയ്ക്കേണ്ടതെന്ന് മാക്സിമം പഠിക്കുക. വീഡിയോ കൂടാതെ ഇനി ഞാൻ പിക്ചേഴ്സ് ഒന്ന് പോസ്റ്റ് ചെയ്യാം. അതും ഒന്ന് ഇടയ്ക്കൊന്ന് നോക്കുക, ഞാൻ ഇടുന്ന സമയത്ത് നോക്കുക. എന്നിട്ട് അത് നോക്കിയിട്ട് അതേപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡിസൈൻസൊക്കെ ഒന്ന് മാറ്റി പ്രാക്ടീസ് ചെയ്യുകയോ ചെയ്യാം. ഇപ്പം നമ്മൾ വരച്ച ഡിസൈന് നമുക്കൊന്ന് മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്ന രീതിയിൽ വരയ്ക്കാം. നമ്മൾ ആദ്യം പഠിച്ച ആ ഒരൊറ്റ ഡിസൈനാണ്, അത് വെച്ച് നമുക്ക് പല സൈസിൽ മാറ്റി വരയ്ക്കാം. ചേർത്തിങ്ങനെ ഒരു ഒഴുക്ക് പോലെ വരച്ച് കൊടുക്കുക. അതായത് ഒന്ന് ബ്രേക്ക് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫ്ലോയിൽ വരച്ച് പോവുക കേട്ടോ. അങ്ങനെ വരയ്ക്കുമ്പോൾ നല്ല ഭംഗി വരിക. ഞാനിപ്പോൾ പെൻ വെച്ച് വരയ്ക്കുന്നുണ്ട്. എന്നാലും പെൻസിൽ വെച്ചിട്ട് ഡിസൈൻ ഇങ്ങനെ നമ്മൾ ഫ്ലവർ പോലെ അല്ലെങ്കിൽ മണിമാല ഡിസൈനൊക്കെ വരയ്ക്കുമ്പോൾ ആദ്യം ഒരു പെൻസിൽ വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷം അതിൻ്റെ പുറമേ കൂടെ വേണം ഇപ്പം ഞാൻ ഈ മണിമാലയൊക്കെ വരയ്ക്കുന്നത് പോലെ വരയ്ക്കുവാൻ വേണ്ടിയിട്ട്. അപ്പം ലീഫിൻ്റെ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ വരച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഫ്ലവറിൻ്റെ ഷേപ്പ് വേണമെങ്കിൽ ആ ഒരു ട്രയാങ്കിളോ റൗണ്ടോ അതല്ലെങ്കിൽ ഓവൽ ഷേപ്പോ ഒക്കെ വരച്ചിട്ട് അതിൽ ഡിസൈന് ഫില്ല് ചെയ്യുക. ഇപ്പം ഞാൻ വരയ്ക്കുന്നത് ഇപ്പം നമ്മൾ ക്യാൻവാസിൻ്റെ ലെഫ്റ്റ് സൈഡിലെ കോർണറിൽ നിന്ന് താഴത്തേക്ക് ഒരു പിക്ചർ നമ്മൾ സെൻറ്ററിൽ വരയ്ക്കുകയാണെങ്കിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്ന രീതിയിൽ വരയ്ക്കാം. അതല്ലെങ്കിൽ 4 സൈഡിൽ നിന്ന് സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ വരയ്ക്കാം. പിന്നെ നമുക്ക് പാറക്കുട്ടങ്ങളുടെ ഇടയിലൂടെ ഇത് ചെടിയായിട്ട് വരച്ചു കൊടുക്കാം. ഒക്കെ നമ്മൾ ഈ ഡിസൈൻസാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് ഒരെണ്ണം പഠിച്ചാൽ ഈ ഒരെണ്ണം എന്നല്ല, ഞാൻ ആദ്യമേ കാണിച്ച 2-3 ഡിസൈൻസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡിസൈൻസ് അത് വെച്ചിട്ട് വരയ്ക്കുവാനായിട്ട് പറ്റും. ഏകദേശം ഒരു 4-5 ദിവസം എനിക്ക് വീഡിയോസ് ഇടാനായിട്ട് പറ്റിയില്ല. നാട്ടിലൊന്ന് പോയിരുന്നു, ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. ധാരാളം ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചോട്ടെ, ഒരുപാട് നന്ദിയുണ്ട് എന്നെ ഓർത്തതിൽ. സുഖമായോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, പേഴ്സണലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് നന്ദി. അപ്പം ഇനി ശ്രദ്ധിക്കേണ്ടത്, ഞാൻ മാക്സിമം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോസ് ഇടാതിരിക്കുകയുള്ളൂ. അഥവാ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വീഡിയോസ് വന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം, ഒന്നേന്ന് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഇത് നിരന്തരം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മുടെ കൈക്ക് ആ ഒരു വഴക്കം കിട്ടുകയുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് തന്നെ എടുക്കണം. നമ്മൾ ഈ 50 ഡേയ്സ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റണം. പഠിച്ചെടുക്കണമെങ്കിൽ നമ്മൾ ഞാൻ ആരെയും നേരിട്ട് കാണുന്നില്ല, ഒരുപാട് പേര് ചാനൽ കണ്ടിട്ട് വരയ്ക്കുന്നുണ്ട്. അപ്പം എല്ലാവരെയും പേഴ്സണലായിട്ട് നോക്കുക എന്നുള്ളത് നമുക്ക് പറ്റുന്നതല്ല. അപ്പോൾ എന്ത് ചെയ്യണം, വരച്ച് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഞാനില്ല എങ്കിലും ഞാൻ അടുത്തുണ്ടെന്നുള്ളൊരു തോന്നലിലെങ്കിലും ഒന്ന് വരയ്ക്കുക കേട്ടോ. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആ സെൻറ്ററിലുള്ള ആ ഒരു ഡിസൈൻ വരച്ചിട്ട് ആ ഒരു ലീഫിൻ്റെ ഷേപ്പ് പോലെ ഔട്ട്ലൈൻ വരച്ചു. എന്നിട്ട് മണിമാല ഡിസൈനാണ് ഫില്ല് ചെയ്യുന്നത്. ഈ മണിമാലയ്ക്ക് പകരം നമുക്ക് ദളം ഡിസൈൻ വേണമെങ്കിൽ വരച്ചു കൊടുക്കാം. ആ ഒരു എം ഷേപ്പിൽ ഡിസൈൻ നമ്മൾ വരച്ച് പ്രാക്ടീസ് ചെയ്തില്ലേ, അത് വരച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ലോട്ടസിൻ്റെ പെറ്റൽസ് പോലെ നമ്മൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുന്നു, അത് വരയ്ക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത് നോക്കാം. കാരണം ഇത് സിമ്പിൾ ഡിസൈൻ ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത് കേട്ടോ. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസൈൻസാണ് ഇതെല്ലാം. പക്ഷേ എല്ലാവരും പഠിക്കേണ്ടത് എങ്ങനെയാണ് അത് ചേർത്ത് വരയ്ക്കേണ്ടതെന്നുള്ളതാണ് പഠിക്കേണ്ടത്. അപ്പോൾ അത് മാക്സിമം വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ഡിസൈൻ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യാനാണെന്ന് പറഞ്ഞു. അത് നമുക്ക് പല രീതിയിൽ വരയ്ക്കാം. 4 കോർണറിൽ നിന്ന് വരുന്ന രീതിയിലേക്ക് വരയ്ക്കാം. സെൻറ്ററിലാണ് നമ്മൾ പിക്ചർ വരയ്ക്കുന്നത്. അപ്പോൾ 4 കോർണറിൽ നിന്ന് വരുന്ന രീതിയിൽ വരയ്ക്കാം. അതല്ലെങ്കിൽ 4 സൈഡ് നിറച്ച് നിൽക്കുന്ന രീതിയിൽ വരയ്ക്കാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ഒന്ന് ലൈറ്റായിട്ട് ഈ ഡിസൈൻ ഒന്ന് യെല്ലോയോ റെഡോ വെച്ച് മാത്രം, ഒരുപാട് ഷെയ്ഡിങ് ഒന്നും ചെയ്യാതെ നമുക്ക് വരച്ചു കൊടുക്കാം. പിന്നെ പറഞ്ഞു നമ്മൾ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്ന് വരുന്ന രീതിയിൽ വരച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്യാം. അതുകൂടാതെ നമുക്ക് ഈ ഡിസൈൻ പീക്കോക്ക് വരയ്ക്കുമ്പോഴത്തേക്ക് ഉപയോഗിക്കാം. അപ്പോൾ പീക്കോക്കിൻ്റെ പീലി ഈ ഒരു ഷേപ്പിൽ നമുക്ക് വരച്ചു കൊടുക്കാം.
ഞാൻ ഈ വരച്ചുകൊണ്ടിരിക്കുന്ന ഡിസൈൻ തന്നെ പീക്കോക്കിൻ്റെ പീലിയുടെ സ്ഥാനത്ത് വരച്ചു കൊടുക്കുക. അപ്പോൾ ഒരു മരക്കൊമ്പിലിരിക്കുന്ന ഒരു പീക്കോക്ക് ആണെങ്കിൽ ഈ ഷേപ്പിൽ താഴത്തേക്ക് വരുന്ന രീതിയിൽ വരച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പല ഷേപ്പിൽ പീക്കോക്കിനെ വരച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്ത് ഫ്ലവറും കൂടെ വരച്ചു കൊടുക്കാം. അപ്പം 1-2 ഫ്ലവർ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലോട്ടസിൻ്റെ ഷേപ്പുള്ള ഫ്ലവർ വരച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരച്ചിട്ട് അതിനകത്ത് ലോട്ടസിൻ്റെ പെറ്റൽസ് വരുന്ന രീതിയിലുള്ള ഫ്ലവർ വരച്ചു കൊടുക്കാം. അപ്പോൾ ആ വരയ്ക്കേണ്ട ഷേപ്പ് ഒന്ന് ആദ്യമേ തന്നെ വരച്ചിടുക, എന്നിട്ട് അതിനകത്ത് ഡിസൈൻ ഫില്ല് ചെയ്യുക. നമ്മുടെ ഈ 50 ഡേയ്സ് ചലഞ്ച് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായി എന്ന് പറഞ്ഞ് മെസ്സേജുകൾ വരാറുണ്ട്. ഒരുപാട് സന്തോഷം. പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ കണ്ട് പ്രാക്ടീസ് ചെയ്യുമ്പം എന്നെയും കൂടെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇതൊരു നല്ലൊരു അവസരമായിട്ട് കണക്ക് കൂട്ടുക. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റഫായിട്ട് ആദ്യമേ ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ആദ്യമേ എന്നെ ഫെയർ ആക്കാനായിട്ട് നോക്കരുത്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് അവസാനം നന്നായിട്ട് ഡിസൈൻ മനസ്സിലായി, അതായത് ഡിസൈൻ നമ്മുടെ കയ്യിൽ ഒതുങ്ങി എന്ന് തോന്നുമ്പോൾ അതിന് എന്ത് ചെയ്യണം, ആ ടൈമിലാണ് റെക്കോർഡ് ബുക്കിലേക്ക് അത് നല്ല ഭംഗിയായിട്ട് വരച്ച് വെക്കേണ്ടത്. നമ്മൾ സ്കൂളിലൊക്കെ കോളേജിലൊക്കെ ചെയ്യുന്ന പോലെ റെക്കോർഡ് ബുക്കിൽ നല്ല ഭംഗിയായിട്ട് വരച്ച് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിൽ എന്താണോ മനസ്സിലായത് അതിനെക്കുറിച്ച് അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതാണ് നിങ്ങളുടെ റെക്കോർഡ് ബുക്ക്. ഇനി ഈ ഡിസൈൻ നമ്മൾ പീക്കോക്ക് പറഞ്ഞു. ഇതുപോലെ തന്നെ കുംഭലത വരയ്ക്കും. കുംഭലത എന്ന് പറയുമ്പോൾ കുംഭത്തിൽ നിന്ന് ഈ സെയിം ഡിസൈൻ മുകളിലേക്ക് വരുന്ന രീതിയിലാണ് കുംഭലത വരയ്ക്കുന്നത്. അപ്പോൾ കുംഭലതയും ഇതിൻ്റെ ഒപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ 2 ഷേപ്പിൽ നമ്മൾ പഠിച്ചു. ഇനി ഒരു ഷേപ്പും കൂടെ നമ്മൾ ഫ്ലവർ വരച്ച് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. ഈ ഒരു ഷേപ്പ് വരച്ചതിന് ശേഷം എന്ത് ചെയ്യണം, ലോട്ടസിൻ്റെ പെറ്റൽ, അത് നമ്മൾ ആദ്യമേ ഡിസൈനിൽ പഠിച്ചതാണ്, അത് ഇതുപോലെ ടോപ്പിൽ നിന്ന് താഴത്തേക്ക് വരച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് വേറൊരു ഫ്ലവറിൻ്റെ ഷേപ്പും കൂടെ കിട്ടി. ഈ ഫ്ലവേഴ്സ് എല്ലാം ഞാനിപ്പം ഒറ്റ ഡിസൈനിൽ തന്നെ കാണിക്കുകയാണ്. അപ്പം ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്യുമ്പം ഒരു ഫ്ലവർ മാത്രം വരുന്ന രീതിയിലോ അല്ലെങ്കിൽ 2 ഫ്ലവേഴ്സ് മാത്രം വരുന്ന രീതിയിലോ വരച്ചു കൊടുക്കുക. പലതും മിക്സായിട്ട് കൊടുക്കുന്നതാണ് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിലും 1-2 ഫ്ലവേഴ്സ് മാത്രം ഒരു ഡിസൈനിൽ വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ഇപ്പം ഞാൻ വരച്ച ഡിസൈൻ ഞാനൊന്ന് തല തിരിച്ചു വെച്ചു. അതായത് താഴത്തേക്ക് വരുന്ന രീതിയിൽ വരച്ചപ്പോൾ കണ്ടോ, സൈഡിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ആയി. ഇതിപ്പോൾ ഞാൻ വരച്ച ഒരു ഗണപതിയുടെ ഏറ്റവും ടോപ്പിൽ വരച്ചിരിക്കുന്ന ഡിസൈനാണ്. ഫ്ലവേഴ്സ് കുറച്ച് വലുതാക്കിയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഡിസൈൻസൊക്കെ ഒന്ന് നേർത്ത് ഏകദേശം ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ വരച്ചിട്ടുണ്ട്. ഇതാണ് കുംഭലത കുംഭം വരച്ചിട്ടുണ്ട്. കുംഭത്തിലും ആ ഒരു ലോട്ടസിൻ്റെ ഷേപ്പുള്ള പെറ്റൽസ് വരച്ചിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വരച്ചിരിക്കുന്നത്. കുംഭലത ഇതിന് മുന്നേ നമ്മൾ ചാനലിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ 1-2 ഡിസൈനും കൊണ്ട് നമ്മൾ എന്തോരം ഡിസൈൻസ് ഉണ്ടാക്കിയെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പം ഇനിയും എന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു കേട്ടോ, ആവർത്തിച്ച് പറയുന്നതൊന്ന് ഒഴിവാക്കിയാൽ കൊള്ളാമെന്ന്. അത് നല്ല രീതിയിൽ തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് കണ്ണടച്ചിരുന്ന് നിങ്ങളെല്ലാവരും എൻ്റെ മുന്നിൽ സ്റ്റുഡൻസ് ആയിട്ടിരിക്കുന്ന രീതിയിലാണ് ഞാൻ വോയിസ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സൊക്കെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് ആവർത്തിച്ച് പറയില്ല, നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതേ രീതിയിൽ പറഞ്ഞു പോകുന്ന കേട്ടോ. മാക്സിമം അതൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇന്ന് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഇന്ന് 2-3 ഡിസൈൻസ് പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.